ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് എത്ര പാവകൾ കിട്ടി എന്ന് ബിഗ് ബോസിനോട് പറയുന്ന ആ ഒരു സമയമായിരുന്നു അത്. എല്ലാവരും പറഞ്ഞു എത്ര പാവകൾ വീതം ലഭിച്ചു എന്നൊരു കാര്യം ബിഗ് ബോസിനോട് പറഞ്ഞു. ബിഗ് ബോസ് എന്നിട്ട് പോയിന്റുകൾ എല്ലാവർക്കും കൊടുത്തു. ഇന്നത്തെ ഈ ഒരു ടാസ്കിൽ ആദിലയ്ക്ക് ലഭിച്ചത് 90 പോയിന്റുകൾ, അനിമോൾക്ക് 120, നൂറയ്ക്ക് 20, നെവിന് 90, അക്ബറിന് 0, സാബുമാൻ 0, അനീഷ് 120, ഷാനവാസ് 0, ലക്ഷ്മി 60, ആര്യൻ 145. ഇതിനകത്ത് നടന്ന കളികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന്റെ പാവ എടുത്തത് ആദില തന്നെയാണ്. അത് എപ്പിസോഡിൽ വ്യക്തമായിട്ട് തന്നെ കാണിക്കുമെന്നാണ് തോന്നുന്നത്. ലൈവ് കാണിച്ചത് വെച്ചിട്ട് നെവിനെയാണ് കേട്ടോ, ലൈവ് എഡിറ്റ് ചെയ്ത ആ ഒരു പുള്ളി നെവിനെയാണ് ഫ്രെയിം ചെയ്യാനായിട്ട് ശ്രമിച്ചത്. നെവിൻ അത് എടുത്ത പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ആ ഒരു ഏരിയയിൽ കൂടെ നെവിൻ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതായിട്ട് കാണിച്ചിരുന്നത്. നെവിൻ ഇപ്പൊ ലൈവ് ഇരുന്ന് പറയുന്നുണ്ട് ഞാനല്ല എടുത്തത്, ഞാനത് എന്തോ ഒരു കാര്യം ചെയ്ത് തിരിച്ചു വെക്കുക അങ്ങനെ എന്തോ ചെയ്തതായിട്ട് നെവിൻ പറയുന്നുണ്ട്. ആദില തന്നെയാണ് എടുത്തത്. ആദില സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. നെവിൻ അത് എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നെവിൻ ഇത്രയും കടന്ന് ചാടുന്നത്. അനുമോളുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ചാടുന്നത് അതുകൊണ്ടാണ്. അത് നെവിൻ എടുത്തു എന്നുണ്ടെങ്കിൽ നെവിൻ മിണ്ടാതിരിക്കേണ്ടതാണ്. പക്ഷെ നെവിൻ എടുത്തിട്ടില്ല. അത് സത്യാവസ്ഥയാണ്. ആദിലയാണ് എടുത്തത് തോന്നുന്നത്. പിന്നെ ഈ ഒരു ടാസ്കിൽ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ആര്യനാണ്. 145 പോയിന്റുകൾ. ഇന്നലത്തേതും കൂടെ ചേർത്ത് ഇത് ആഡ് ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആര്യനാണ് ഈ ഒരു ബോണസ് ടാസ്കുകൾ. ഇത് ടിക്കറ്റ് ഫിനാലെ ബോണസ് ടാസ്ക് ആണ്. അപ്പോൾ ആ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് ആര്യൻ ആഡ് ആവും എന്നാണ് പറയുന്നത്. ആര്യനായിരിക്കും മിക്കവാറും ടിക്കറ്റ് ഫിനാലെ ജയിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ടോപ്പ് 5 ഇപ്പോൾ ആര്യനെ നോക്കി കാണുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യൻ നല്ല രീതിയിൽ തന്നെ കളിച്ചു, നല്ലപോലെ ഗെയിം കളിച്ചിട്ട് തന്നെയാണ്. ആര്യനാണെങ്കിലും അനീഷ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഫെയർ ആൻഡ് സ്ക്വയർ ആയിട്ട് ഗെയിം കളിച്ചു. സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാഴ്ചവെച്ച് നല്ല മത്സര വീരത്തോടെ തന്നെ ഗെയിം കളിച്ചാണ് മുന്നോട്ട് പോയത്. അക്ബറിനും അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. അക്ബറിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ്. അക്ബർ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടും അക്ബറിനെ അടിച്ചു മാറ്റി. അക്ബർ നല്ല രീതിയിൽ തന്നെ ടാസ്ക് ചെയ്തിരുന്നു. അക്ബർ, ആര്യൻ, അനീഷ് ഇവർ 3 പേരും നല്ല രീതിയിൽ ടാസ്ക് ചെയ്തിരുന്നു. ഷാനവാസ് പിന്നെ ടാസ്ക് ചെയ്യാതിരുന്നു. അത് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ടാസ്ക് ചെയ്യാതിരുന്നു. സാബുമാനും 0 ആണ്. സാബുമാന് 2 എണ്ണം ഉണ്ടായിരുന്നുള്ളത് ആരോ എടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ലൈവ് അപ്ഡേറ്റ്സ്. അനിമോളും അനീഷും ഒരേ നിലയിലാണ് കേട്ടോ. 120 പോയിന്റ്സ് ആണ് രണ്ടുപേർക്കും ഇന്നത്തെ ഈ ഒരു ടാസ്കിൽ ലഭിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.